കഴിഞ്ഞ ദിവസം അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ജലസസ്യങ്ങൾ. പേര് തിരഞ്ഞു നോക്കിയപ്പോൾ ആ വലുതിൻ്റെ പേര് നല്ല രസകരമായ പേരാണ്. വാട്ടർ ക്യാബേജ്, നൈൽ ക്യാബേജ്, വാട്ടർ ലെറ്റ്യൂസ് എന്നീ പേരുകൾ കണ്ടു. ശാസ്ത്രീയ നാമം ജീനസിൻ്റെ പേര് പിസ്റ്റിയ എന്നാണ്. വേരുകൾ വെള്ളത്തിനടിയിൽ തൂങ്ങിക്കിടക്കും. ഇലകൾ വെള്ളത്തിൻ്റെ മുകളിലാണ് കാണുന്നത്. അതങ്ങനെ നനയാത്ത തരം ഒരു ഇലയാണ് കാഴ്ചയിൽ. കാണുമ്പോൾ മൊത്തത്തിലൊരു ക്യാബേജിൻ്റെ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ കുറേ ചെറിയ ഇലകൾ കാണാം ഇവിടെ ചെടിയായിട്ട്. അതിൻ്റെ പേര് തിരഞ്ഞു നോക്കി കിട്ടിയില്ല. ഇനി കുറച്ചുകൂടെ വിശദമായിട്ട് തിരഞ്ഞു നോക്കണം. ഡക്ക്വീഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡക്ക്വീഡ് ആണെങ്കിൽ തിലാപ്പികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നും അവ കഴിക്കുന്നത് കണ്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡ് കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഡക്ക് ഫീഡൊന്നും കഴിക്കാൻ താല്പര്യമില്ലാണ്ടായതായിരിക്കാം. ഏതായാലും മീനുകളൊക്കെ വായും പൊളന്ന് നിൽക്കണുണ്ടില്ലേ. ഫീഡ് കൊടുത്തതാണ്, ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ റെഡ് തിലാപ്പികളൊക്കെ നിൽക്കുന്നത്. നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ വായും പൊളന്ന് ഇങ്ങനെ നിൽക്കും. അതാണ് അവരൊരു സ്ഥിരം സ്വഭാവം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫീഡിട്ട് കൊടുക്കും. ഫീഡിട്ട് കൊടുത്താൽ ഉടനെ തന്നെ അതൊക്കെ തീർക്കും. പിന്നെയും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാനിവിടെ വാട്ടർ ഗാർഡൻ എന്ന നിലയിലൊന്നുമല്ല. അനിയത്തിയുടെ വീട്ടിൽ വാട്ടർ ഗാർഡൻ പോലെ ഒരുപാട് ജലസസ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ഞാനിങ്ങ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എനിക്ക് ഈ വേരുകൾ ഇങ്ങനെ വെള്ളത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അത് അധികമായിട്ടുള്ള ലവണങ്ങൾ വലിച്ചെടുക്കുന്നതാണ് പറയുന്നത്. ഫോസ്ഫറസും നൈട്രജനൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് ഒരുപാടായ പ്രശ്നമാണ്. കാരണം കുറച്ച് ചെടികൾ കാണാൻ രസമാണ്, പക്ഷെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ജലത്തിലേക്ക് ഓക്സിജൻ അലിയാനുള്ള ചാൻസ് കുറയും. മൂടി കിടക്കും, ജലം മുഴുവൻ മൂടി കിടക്കും. ഇതാണെങ്കിൽ പെട്ടെന്ന് പെരുകാനും സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം നോക്കിയിട്ട് തീരുമാനിക്കാം. അല്ലെങ്കിൽ അവിടെ മീനുകൾക്ക് തന്നെ അതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉള്ള ഓക്സിജൻ അലിയാനുള്ള അവസരം മുഴുവൻ പോയി കഴിഞ്ഞാൽ. പിന്നെ എയറേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മീനുകൾ പെട്ടെന്ന് വലുതാവുന്ന ഇനമായതുകൊണ്ട് എനിക്കറിയില്ല അതെങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇതിപ്പോൾ ഏകദേശം 2 മാസത്തിൽ ചില്ലറയും പ്രായമുള്ള റെഡ് തിലാപ്പികളാണ്. കൊണ്ടുവന്നപ്പോൾ വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ ഒരു 15-20 സെൻറ്റിമീറ്റർ വരെയൊക്കെ വലിപ്പമുണ്ട്. പെട്ടെന്ന് വളരുന്നുണ്ട്. അതിനനുസരിച്ച് ധാരാളം ഭക്ഷണവും കഴിക്കുന്നുണ്ട്.